വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ ഇത്തിരി മനോഹരമായിട്ട് ഫിൽറ്ററൊക്കെ ഇട്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തിട്ട് കാണാൻ എന്താ ഒരു ഭംഗി. അത് കഴിഞ്ഞ് നമ്മൾ നല്ല സാമ്പാറും ഇഡ്ഡലി അങ്ങോട്ട് ഉണ്ടാക്കുകയാണേ. അതിന് രാവിലെ നബിദിന റാലിക്ക് പോകണം കേട്ടോ. ആദ്യം തന്നെ എല്ലാവർക്കും നബിദിന തിരുവോണ ആശംസകൾ കേട്ടോ. രണ്ടും കൂടെ ചേർത്തങ്ങ് ഇരിക്കട്ടെ. ഇപ്പം ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിൽ നിന്നും ചൂളം വിളികളുടെ മേളമാണ് കേട്ടോ. പൂവാലന്മാരൊന്നും അല്ല കേട്ടോ, അവരവരുടെ വീട്ടിലെ കുക്കറുകൾ തന്നെയാണ്. എല്ലാ വീട്ടിലും തിരുവോണം ആയതുകൊണ്ട് സാമ്പാറും ഇഡ്ഡലിയുമായിരിക്കും. ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ചുകൊണ്ട് അതിൽ സമയം താമസിച്ച് പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി മദ്രസയിലോട്ട് പോവുകയാണ് കേട്ടോ, റാലിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് മറ്റ് പരിപാടികളിലോട്ട് കിടക്കാം. അങ്ങനെ കിച്ചടിക്ക വെള്ളരി, പച്ചടിക്ക ബീട്രൂട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. പേര് തിരിഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നമ്മുടെ ക്യാരറ്റും ക്യാബേജും കൂടെ മിക്സ് ചെയ്തൊരു തോരൻ, ഉരുളക്കിഴങ്ങ് ഒരു മസാല പോലെ വെച്ചെടുക്കുക. എല്ലാം കട്ട് ചെയ്ത് വെച്ച സ്ഥിതിക്ക് ഇനി ഇഡ്ഡലി സാമ്പാറും കത്താക്കിയിട്ട് വരാം. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു. പിന്നെ വന്ന് നമ്മുടെ കറികളെല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മൾ 2 അച്ചാറും കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അതാ ബീട്രൂട്ട് പച്ചടി, നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല, പിന്നെ അതാ കിച്ചടി, തോരൻ, അവിയൽ, പുളിശ്ശേരി, സാമ്പാർ, പരിപ്പ്. ഇതിൽ പരിപ്പാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്. എല്ലാവർക്കും പരിപ്പിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഞാൻ രസവും മോരും ഒക്കെ ഉണ്ടാക്കുമായിരുന്നേ, പക്ഷേ അതൊന്നും ഇവിടെ ചിലവാകത്തില്ല. ഈ ചിലവാകാത്ത സാധനം ഉണ്ടാക്കി കളയണ്ടല്ലോ. ഉടനെ തന്നെ നമ്മുടെ ആദിൽ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കുടിക്കാനും കഴിക്കാനും കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. അതെല്ലാം വീതിച്ച് നമുക്ക് എല്ലാവർക്കും തരും കേട്ടോ. എല്ലാ വർഷവും ഉള്ളതാണ്. പിന്നെ എൻ്റെ കുട്ടി പരിപാടിയിലൊക്കെ പങ്കെടുത്തു, പക്ഷേ ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു പ്രൈസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം ചോദിച്ചില്ല, വാപ്പായാണ് ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവനെ സമാധാനപ്പെടുത്തിയിട്ട് പോയി കുളിയൊക്കെ കുളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് അവൻ കൊണ്ടുവന്നതിൽ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവൻ ബാങ്ക് വിളിച്ചതും അടുത്ത് കുളിച്ചൊരുക്കി നിസ്കരിക്കാനായിട്ട് പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പായസം വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ റെസിഡൻസിയിൽ നിന്ന് കിട്ടിയ ഒരു മിക്സാണ് കേട്ടോ, നമ്മുടെ സേമിയയുടെ. എനിക്ക് ഈ കോലം പായസം ഇഷ്ടമേ അല്ല. അത് വെച്ചത് എൻ്റെ മുത്തുമണിക്ക് അത് വേണമെന്നൊരേ വാശി. പിന്നെ അവക്കും കൊടുത്തു ഒരു കിണ്ണത്തിൽ. സദ്യ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മായി ഇങ്ങ് പൊക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ ഇരുത്തി ആഹാരം കൊടുത്തു. അപ്പോഴത്തേക്കും നമുക്ക് കടലപ്പായസം കിട്ടി. കടലപ്പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പർ കടലപ്പായസം. അപ്പുറത്തെ ടീച്ചർ തന്നതാണേ നമുക്ക്. ഞാനാണെങ്കിൽ കോലം പായസം കഴിക്കണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് നല്ല കടലപ്പായസം കിട്ടിയത്. പള്ളി വിട്ട് വന്നത് ഇട്ട ഡ്രസ്സ് പോലും മാറാതെ അതിലിതാ ചട്ടിയും കലമൊക്കെ പറക്കിയിട്ട് തപ്പുകയാണ് കേട്ടോ. എന്തൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് ഒക്കെ അങ്ങനെ ഇലയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കഴിക്കാനായിട്ട്. ആദിലും തയ്യാറായിട്ടിരുന്നു. നേരത്തെ ഞാൻ മാത്രമേ ഇരിക്കാവുള്ളൂ. ഇനി ഇക്ക ടി വിക്ക് സൗണ്ട് ഇട്ടിരിക്കുന്ന കേട്ടോ. നമ്മുടെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്ന് പറയും കേട്ടോ. ബാക്കി എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇക്ക ഇവിടെ സൗണ്ട് വയ്ക്കുന്നത്. വീഡിയോ എടുത്തെടുത്ത് അവർ രണ്ടുപേരും ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കയറാൻ തുടങ്ങി. എൻ്റെ ചോറ് ഇതാ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ഞാൻ കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇവരൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിച്ച് കഴിഞ്ഞപ്പോൾ പായസങ്ങളും കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിച്ച് തീരാറായത്. ഇനി എനിക്ക് ടീച്ചർ തന്ന കടല പായസത്തിൽ പപ്പടവും കൂടെ കൂട്ടിക്കുഴച്ചൊരു പിടി പിടിക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ ചോറ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് പായസം. അങ്ങനെ പായസത്തിൽ പപ്പടവും കൂടെ കൂട്ടി ഉടച്ചൊരു പിടി പിടിച്ചിട്ട് എന്തൊരു ടേസ്റ്റ്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു പിടി ചോറ് പോലും തിന്നാൻ എൻ്റെ വയറിൽ സ്ഥലമില്ലേ. സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഓണം നമ്മുടേത് ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.